ജലത്തെ സാക്ഷിപ്പാൻ ഈ സ്കൂളിൽ വന്നിരിക്കുന്നു. കർത്താവിൻ്റെ അനുഗ്രഹവും കൃപയും കൂടെ ഇരിക്കേണ്ടതിന് ദൈവത്തോട് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ദൈവകരങ്ങളിലേക്ക് നമുക്ക് സമർപ്പിക്കാം. എല്ലാ കണ്ണുകളും അടച്ചാട്ടെ. ദൈവത്തോട് നമുക്ക് ഒരുമിച്ച് സ്വത്വത്തോടെ പ്രാർത്ഥിക്കാൻ. രാജേശ്വരൻ പ്രാർത്ഥിക്കാം. ഞങ്ങളെ അതിവാത്സല്യമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ടവനായിട്ടുള്ള നല്ല കർത്താവേ, ഈ രാവിലെ സമയത്തിനായിട്ട് ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. 2025 1-ാം മാസം അതിൻ്റെ അവസാന ദിവസം ഞങ്ങൾക്ക് കാണുവാൻ ദൈവമേ ഞങ്ങളെ നീ സഹായിക്കുന്നതിനായിട്ട് സ്തോത്രം. പ്രത്യേക കർത്താവേ, ഇന്ന് രാവിലെ ഞങ്ങളുടെ പ്രിയ സഹോദരൻ ജോഷിൻ ജലത്തിൽ സാക്ഷീകരിക്കുവാൻ നിന്റെ സഭയോടുകൂടി ചേരുവാനുള്ള കൽപ്പന അനുസരിക്കുന്നത് കർത്താവേ ഇന്നത്തെ ദിവസമാണ്. അത് വിറ്റ്നസ് ചെയ്യുവാൻ ഞങ്ങളെയൊക്കെയും ദൈവം സഹായിക്കുന്നതിനായിട്ട് സ്തോത്രം പറയുന്നു. ഈ ശുശ്രൂഷയെ പ്രത്യേകം ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ ദാസനായിട്ട് സ്തോത്രം. കാലാവസ്ഥയൊക്കെയും പ്രതികൂലമാണെങ്കിലും ഞങ്ങൾക്ക് ഇത്രയും പേർ കർത്താവെ കടന്നു വരുവാനും ഈ ഒരു ശുശ്രൂഷയുടെ പങ്കാളികളായി തീരുവാൻ തക്കവണ്ണം ഞങ്ങളെ സഹായിക്കുന്ന കരുണയ്ക്കായിട്ട് സ്തോത്രം. ജോഷിനെ പ്രത്യേകം അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ടവൻ്റെ കർത്താവെ ഹൃദയത്തിലെ തീരുമാനം സ്വർഗം കർത്താവെ ഹല്ലേലൂയ മാനിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അത് ഞങ്ങൾക്കും അദ്ദേഹത്തിനും ഒരേപോലെ അനുഗ്രഹമായി തീരുവാൻ ദൈവം ഇടയാക്കിയാട്ട്. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ദൈവദിന ഭാഗം വായിക്കാൻ ലൂക്കോസിന്റെ സുവിശേഷം 3-ാം അധ്യായത്തിലെ ചില വാക്യങ്ങൾ സുനിച്ചതിലൂടെ വായിക്കുന്നതായിരിക്കും. ലൂക്കോസിന്റെ സുവിശേഷം 3-ാം അധ്യായത്തിൽ ജനം കാത്തുനിന്നു. അവൻ ക്രിസ്തു എന്ന് എല്ലാവരും ഹൃദയത്തിൽ യോഹന്നാനെ കുറിച്ച് വിചാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ യോഹന്നാൻ എല്ലാവരോടും ഉത്തരം പറഞ്ഞത്, ഞാൻ നിങ്ങളെ വെള്ളം കൊണ്ട് സ്നാനം കഴിപ്പിക്കുന്നു. എന്നാൽ എന്നിലും ബലവാനായവൻ വരുന്നു. അവൻ്റെ ചെരുപ്പിൻ്റെ വാറഴിപ്പാൻ ഞാൻ യോഗ്യനല്ല. അവൻ നിങ്ങളെ പരിശുദ്ധാത്മാവ് കൊണ്ടും തിരി കൊണ്ടും സ്നാനം കഴിപ്പിക്കും. അവന് വീശുമുറം കയ്യിലുണ്ട്. അവൻ കളത്തെ മുറ്റുപിടിപ്പാക്കി ഗോതമ്പ് കളപ്പുരയിൽ കൂട്ടിവെക്കുകയും പതിർ കെടാത്ത തീരിട്ട് ചുട്ടുകളയുകയും ചെയ്യും. മറ്റ് പലതും അവൻ പ്രബോധിപ്പിച്ചുകൊണ്ട് ജനത്തോട് സുവിശേഷം അറിയിച്ചു. എന്നാൽ ഇടപ്രഭുവായ ഹെരോദാവ് സഹോദരൻ്റെ ഭാര്യ ഹെരോദ്യ നിമിത്തവും ഹെരോദാവ് ചെയ്ത സകല ദോഷങ്ങൾ നിമിത്തവും യോഹന്നാൻ അവനെ ആക്ഷേപിക്കയാൽ അതെല്ലാം ചെയ്തത് കൂടാതെ അവനെ തടവിലാക്കുകയും ചെയ്തു. ജനമെല്ലാം സ്നാനമേൽക്കയിൽ യേശുവും സ്നാനമേറ്റ പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗം തുറന്നു. പരിശുദ്ധാത്മാവ് ദേഹരൂപത്തിൽ പ്രാവ് എന്ന പോലെ അവൻ്റെ മേൽ ഇറങ്ങി വന്നു. നീ എൻ്റെ പ്രിയപുത്രൻ, നിന്നിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന് സ്വർഗത്തിൽ നിന്ന് ഒരു ശബ്ദവും ഉണ്ടായി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മുടെ കർത്താവും രക്ഷകനുമായ യേശു കർത്താവ് തൻ്റെ ജീവിതത്തിലൂടെ നാം പിന്തുടരുന്ന മാതൃക നമുക്ക് കാട്ടി തന്നിരിക്കുന്നു. സ്നാനം എന്ന ഈ ശുശ്രൂഷ ആർക്കെങ്കിലും ആവശ്യമില്ലായിരുന്നുവെങ്കിൽ അത് കർത്താവായ യേശുവിനായിരുന്നു. പാപമില്ലാത്തവനായ കർത്താവ് നമുക്ക് വേണ്ടി താണ ഭൂമിയിലേക്ക് വന്നു, നമുക്കായി മരിച്ചു. അവൻ സ്വതം നമുക്ക് വേണ്ടി ഉയർത്തിരുന്നേറ്റു. അവന് ഈ ശുശ്രൂഷയുടെ ആവശ്യം ഉണ്ടായിരുന്നില്ല. എന്നാൽ നമുക്ക് ഒരു മാതൃകയായി തീരേണ്ടതിന് കർത്താവ് നമുക്ക് വേണ്ടി ഈ സ്നാനജലത്തിലൂടെ കടന്നു പോകുവാനിടയായിത്തീർന്നു. യോഹന്നാൻ പോലും തന്നെ സ്നാനപ്പെടുത്തുവാൻ അടുത്ത് വന്നപ്പോൾ പറഞ്ഞു, അമിസ്വാദം നിന്ന സ്നാനമേൽക്കുന്നത് എനിക്ക് ആവശ്യം എന്ന് യോഹന്നാൻ പറയുവാനിടയായി. എന്നാൽ യേശു പറയുന്നു, ഇങ്ങനെ സകല നീതിയും നിവർത്തിക്കുന്നത് നമുക്ക് ഉചിതം. തന്നെ നമുക്ക് മാതൃകയായി തീരുവാൻ ഏൽപ്പിച്ചു തന്ന കർത്താവിൻ്റെ മാതൃകയാണ് നാം ഇവിടെ പിന്തുടരുന്നത്. മാത്രമല്ല ഇത് കർത്താവിൻ്റെ കൽപ്പനയാണ്, കർത്താവിൻ്റെ ശക്തമേറിയ ഒരു നിർദ്ദേശമാണ്. അതായത് സുവിശേഷം 28-ാം അധ്യായം 18 മുതലുള്ള വാക്യങ്ങൾ ഇവിടെ വായിച്ച് കേൾക്കാം. ഇവിടെ കർത്താവിൻ്റെ കൽപ്പന വ്യക്തമാക്കുന്നത് കാണുവാൻ കഴിയും. മത്തായിയുടെ സുവിശേഷം 18-ാം അധ്യായം 18 മുതൽ വായിച്ചു കേൾക്കാം. യേശു അടുത്തു ചെന്ന്, സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചും കൊണ്ട് സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുവീൻ. ഞാനോ ലോക അവസാനത്തോളം എല്ലാ നാളും നിങ്ങളോടുകൂടെയുണ്ട് എന്ന് അരുളി ചെയ്തു. പ്രൈസ് ദി ലോർഡ്. യോശുവിവിടെ ഈ കൽപ്പന അനുസരിക്കുമ്പോൾ കർത്താവിൻ്റെ വചനത്തിൻ്റെ അനുസരണത്തിലേക്കാണ് കടന്നു പോകുന്നത്. പ്രൈസ് ദി ലോർഡ്. ദൈവകൽപ്പന അനുസരിക്കുന്നവർ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. യേശു തന്നെ പറഞ്ഞു, അമൽ സ്വതം പാപികളും ചുങ്കക്കാരും യോഹന്നാൻ സ്നാനമേറ്റുകൊണ്ട് ദൈവത്തിൻ്റെ കൽപ്പന അനുസരിക്കുവാനിടയായി. എന്നാൽ പരീക്ഷന്മാർ അത് നിരസിച്ച് ദൈവത്തിൻ്റെ ആലോചന തങ്ങൾക്ക് വ്യക്തമാക്കിയത്. ഇന്ന്
പ്രിയ ജോഷൻ ദൈവത്തിൻ്റെ ആലോചനയ്ക്ക് ഈ വെള്ളത്തിൽ തൻ്റെ ജഡമനുഷ്യനെ കുഴിച്ചിട്ട് ആത്മാവിൽ ജീവിക്കുവാൻ വേണ്ടി പുറത്തേക്ക് ഇറങ്ങി വരുന്നു. റോമാലേഖന 6-ാം അധ്യായത്തിൽ നമുക്കത് വ്യക്തമായി കാണുവാൻ കഴിയും. പാപസംബന്ധമായി മരിച്ചവരായ നാം ഇനിയും പാപത്തിൽ ജീവിക്കുന്നു. പാപമനുഷ്യനെ നീക്കമായി പിരിഞ്ഞു കളഞ്ഞു ക്രിസ്തുവിൽ ജീവിക്കേണ്ടതില്ല. ആവശ്യം വെള്ളത്തിൽ നിന്ന് എഴുന്നേറ്റ് വരുമ്പോൾ സ്വർഗം തുറക്കുവാൻ ദൈവത്തിൻ്റെ പ്രസാദം എൻ്റെ മേലുണ്ടാകും. ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം, ദൈവകരങ്ങളിൽ ഏൽപ്പിക്കാം. നാം ഒരുമിച്ച് ദൈവസന്നിധി സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങളെ വാത്സല്യമായി സ്നേഹിക്കുന്ന വാഴ്ത്തപ്പെട്ട പിതാവേ, ഞങ്ങളുടെ തൃപ്പാദിലേക്ക് കർത്താവെ അടിയങ്ങൾ കടന്നു വന്നിരിക്കുന്നത് കർത്താവെ ഹാലേലുയ കർത്താവെ ഹാലേലുയ ജോഷന്റെ ഹാലേലുയ സാരശുശ്രൂഷയുമായി സംബന്ധമായിട്ടാണല്ലോ കർത്താവെ ഹാലേലുയ ക്രിസ്തുവാകുന്ന ഹാലേലുയ പാറയിൽ കർത്താവെ വേരൂന്നുവാൻ തക്കവണ്ണം കർത്താവെ നീ സഹോദരനെ സഹായിക്കണം കർത്താവെ. ദൈവത്തിൻ്റെ ഹാലേലുയ ദൈവം കർത്താവെ ഹാലേലുയ പ്രമാണിച്ച് കർത്താവെ കൽപ്പിച്ച ഹാലേലുയ കൽപ്പന പ്രമാണിക്കാൻ പോകുന്നതിനായി അങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു കർത്താവെ. ശാലപ്പെട്ട് കർത്താവെ വരുമ്പോൾ കർത്താവെ ദൈവമേ ഹാലേലുയ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഒരു കല്ലുകൂടി കർത്താവെ നീ ഒരുക്കിയെടുക്കുവാൻ തക്കവണ്ണം എടുത്തല്ലോ കർത്താവെ ഹാലേലുയ. ശാനശുശ്രൂഷ ചെയ്യുന്ന ദൈവദാസനായി പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഏറിയ കൃപയിൽ കർത്താവെ ഹാലേലുയ നിർത്തണേ കർത്താവെ ഹാലേലുയ. ഈ സ്നാനം കണ്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും ഹാലേലുയ സ്നാനപ്പെടുവാനുണ്ടെങ്കിൽ കർത്താവെ അവരെ കർത്താവെ നീ ആകർഷിച്ചെടുക്കണേ കർത്താവെ ഹാലേലുയ. കൂടിയിരിക്കുന്ന ജനങ്ങൾക്കായി സ്തോത്രം ചെയ്യുന്നു. സകലതുവന്റെ യേശുവിന്റെ കരങ്ങളിൽ പ്രാർത്ഥനയായി സ്തോത്രം യേശുനാമത്തിനെ. പാനം ചെയ്യുവാൻ കഷ്ടതയിൽ പാനപാത്രമാവൻ കൂടെ സ്നാനമേൽപ്പാൻ കൃപ നൽകി പ്രീതിയായവൻ. പാനം ചെയ്യുവാൻ കഷ്ടതയിൽ പാനപാത്രമാവൻ കൂടെ സ്നാനമേൽപ്പാൻ കൃപ നൽകി പ്രീതിയായവൻ. മരിച്ചു ഞാൻ കല്ലറയിൽ അടക്കപ്പെട്ടവൻ കൂടെ, മരിച്ചു ഞാൻ കല്ലറയിൽ അടക്കപ്പെട്ടവൻ കൂടെ, മഹത്വമായി ജീവിച്ചിടാൻ മഹിമയിലാവിയാലെ പാടും ഞാൻ. പരമേശനു സതതം എന്റെ പാപമെല്ലാം പോക്കിയതാൽ പാടും ഞാൻ. പരമേശനു സകലം പാനം ചെയ്യുവാൻ കഷ്ടതയിൽ പാനപാത്രമാവൻ കൂടെ സ്നാനമേൽപ്പാൻ കൃപ നൽകി പ്രീതിയായവൻ. പാനം ചെയ്യുവാൻ കഷ്ടതയിൽ പാനപാത്രമാവൻ കൂടെ സ്നാനമേൽപ്പാൻ കൃപ നൽകി പ്രീതിയായവൻ. മരിച്ചു ഞാൻ കല്ലറയിൽ അടക്കപ്പെട്ടവൻ കൂടെ, മരിച്ചു ഞാൻ കല്ലറയിൽ അടക്കപ്പെട്ടവൻ കൂടെ, മഹത്വമായി ജീവിച്ചിടാൻ മഹിമയിലാവിയാലെ പാടും ഞാൻ. പരമേശനു സതതം എന്റെ പാപമെല്ലാം പോക്കിയതാൽ പാടും ഞാൻ. പരമേശനു സകലം. ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, നിന്നെ ഞങ്ങൾ നന്ദിയോടെ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. നിന്നെ കർത്താവെ ജലത്തെ സാക്ഷിപ്പാൻ ഈ കർത്താവെ ജലാശയത്തിൽ ഇറങ്ങി വന്നിരിക്കുന്ന പ്രിയ ജോഷനായി ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. നിന്റെ സ്നേഹം അവനെ നിങ്ങളിലേക്ക് ആകർഷിച്ചു, നിന്റെ വചനം അവനെ ശുദ്ധീകരിച്ചു, ആത്മാവ് നയിക്കുന്നത് ഓർത്ത് ഇന്ന് ഈ പകൽവേളയിലെ സ്നാനജലത്തിന്റെ യേശുവിനെ സാക്ഷിച്ച് തന്റെ ജഡമനുഷ്യനെ ഇവിടെ കുഴിച്ചിട്ട് ആത്മാവിന്റെ പുതുകരി നടക്കേണ്ടതിന് ഞാൻ പുറത്തേക്ക് വരുമ്പോൾ ദൈവത്തിന്റെ അനുഗ്രഹവും ഉണ്ടാകണമേ. ദൈവത്തിന്റെ പിന്നാലെ നടക്കുവാൻ ക്രൂശിനെ തന്നെ അനുഗമിക്കുവാൻ കർത്താവ് തീരുമാനിച്ചതിന്റെ മകന്റെ തീരുമാനങ്ങളുടെ മേൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. യേശുവിൻ നാമത്തിൽ സ്വർഗമഹിമകൾ വിട്ട് താണഭൂമിയിൽ വന്ന് മനുഷ്യനായി ജനിച്ച് 33 വയസ്സ് ഈ ഭൂമിയിൽ ജീവിച്ച്
ദൈവത്തിനും മനുഷ്യനും പ്രസാദമുള്ളത് ചെയ്ത് ദൈവപുത്രൻ എന്നുള്ള സാക്ഷ്യം പ്രാപിച്ചു. പൊന്തിയോസ് പീലാത്തോസ് ഇന്നാളിൽ തൻ്റെ ന്യായപ്രമാണത്തെ അക്ഷയമായി നിർവർത്തിച്ചുകൊണ്ട് അവൻ സ്വയം ജീവിക്കുകയും അവൻ യഹൂദന്മാരുടെ നിന്ദയുടെയും പരിഹാസത്തിൻ്റെയും എതിർപ്പിൻ്റെയും ഫലമായി ന്യായവിസ്താരസഭയിലേക്ക് കടന്നു പോവുകയും പിതാ പീലാത്തോസിനാൽ വിസ്തരിക്കപ്പെട്ട് മരണത്തിനായി വിധിക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് സ്വർഗമഹിമകളിലേക്ക് കരേറി പോവുകയും തന്നെ പ്രത്യാശയോടെ കാത്തിരിക്കുന്ന വിശുദ്ധന്മാർക്ക് വേണ്ടി വീണ്ടും വരുകയും ചെയ്യുന്നവനായ യേശു കർത്താവ് ദൈവത്തിനെന്ന് പ്രിയ ജോഷൻ വിശ്വസിക്കുന്നുവോ? ഞാൻ വിശ്വസിക്കുന്നു. വിശ്വസിക്കുന്നവരെ സ്നാനപ്പെടുത്തണം എന്നുള്ള ദൈവത്തിന്റെ കൽപ്പനയാൽ എന്റെ സാക്ഷ്യവചനത്തിന്റെ അടിസ്ഥാനത്തിൽ ഞാനിനെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ മരണപര്യന്തം വിശ്വസ്തനായിരിക്കാം. എന്നാൽ കർത്താവ് നിനക്ക് വാഗ്ദത്തം ചെയ്ത ദീപകിരീടം പ്രാപിപ്പാനിടയായി. ജയം ജയം ഹല്ലേലൂയ, ജയം ജയം എപ്പോഴും. ജയം ജയം ഹല്ലേലൂയ, ജയം ജയം എപ്പോഴും. യേശുനാഥൻ നാമത്തിനു ജയം ജയം എപ്പോഴും. യേശുനാഥൻ നാമത്തിനു ജയം ജയം എപ്പോഴും. ജയം ജയം ഹല്ലേലൂയ, ജയം ജയം എപ്പോഴും. ജയം ജയം ഹല്ലേലൂയ, ജയം ജയം എപ്പോഴും. യേശുനാഥൻ നാമത്തിനു ജയം ജയം എപ്പോഴും. യേശുനാഥൻ നാമത്തിനു ജയം ജയം എപ്പോഴും. പാപത്തെയും രോഗത്തെയും ക്രൂശിന്മേൽ താൻ വഹിച്ചു. പാപത്തെയും രോഗത്തെയും ക്രൂശിന്മേൽ താൻ വഹിച്ചു. സാത്താനെയും സൈന്യത്തെയും കാൽവരിയിൽ തോൽപ്പിച്ചു. സാത്താനെയും സൈന്യത്തെയും കാൽവരിയിൽ തോൽപ്പിച്ചു. ജയം ജയം ഹല്ലേലൂയ, ജയം ജയം എപ്പോഴും. ജയം ജയം ഹല്ലേലൂയ, ജയം ജയം എപ്പോഴും. യേശുനാഥൻ നാമത്തിനു ജയം ജയം എപ്പോഴും. യേശുനാഥൻ നാമത്തിനു ജയം ജയം എപ്പോഴും. ശത്രുഗണം ഒന്നാകവേ ചെങ്കടലിൽ മുങ്ങിപ്പോയി. ശത്രുഗണം ഒന്നാകവേ ചെങ്കടലിൽ മുങ്ങിപ്പോയി. വൈരിയുടെ എതിർപ്പുകൾ ഫലിക്കയില്ലിനിമേ. വൈരിയുടെ എതിർപ്പുകൾ ഫലിക്കയില്ലിനിമേ. ജയം ജയം ഹല്ലേലൂയ, ജയം ജയം എപ്പോഴും. ജയം ജയം ഹല്ലേലൂയ, ജയം ജയം എപ്പോഴും. യേശുനാഥൻ നാമത്തിനു ജയം ജയം എപ്പോഴും. യേശുനാഥൻ നാമത്തിനു ജയം ജയം എപ്പോഴും. ദൈവം നമ്മെ അനുഗ്രഹിച്ചതോർത്ത് ദൈവത്തെ നമുക്ക് കരമുയർത്തി സ്തുതിക്കാം. ഹല്ലേലൂയ. വീണ്ടും നമുക്ക് പ്രാർത്ഥിക്കാം. സ്തോത്രം സ്തോത്രം സ്തോത്രം. അൻപാർ ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗ്ഗീയ പിതാവേ, ഹല്ലേലൂയ. അനുഗ്രഹമേറിയ ഈ നല്ല സമയത്തിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു കർത്താവേ. ഹല്ലേലൂയ. പ്രിയ ജോഷിന് വേണ്ടി ഞങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ഇന്ന് പകൽ കർത്താവേ, നിന്റെ കൽപ്പനയായ സ്നാനം അനുസരിപ്പാൻ നിന്റെ പൈതലിനെ നീ ഇടയാക്കിയല്ലോ. പല തടസ്സങ്ങളും പല പ്രതികൂലങ്ങളും തന്റെ ജീവിതത്തിൽ കടന്നു വന്നെങ്കിലും ശത്രു ജയമെടുക്കാതെ കർത്താവിനെ സ്വീകരിപ്പാൻ ഒരുവൻ ക്രിസ്തുവിലാൽ അവന് പുതിയ സൃഷ്ടിയായി തീരുവാനുള്ള വചനം അനുസരിപ്പാൻ നിന്റെ പൈതലിനെ ഇടയാക്കിയതിനായി സ്തോത്രം ചെയ്യുന്നു. തുടർന്നുള്ള അവന്റെ ജീവിതത്തിൽ കർത്താവേ, മരണപര്യന്തം വരെയും വിശ്വസനായി ജീവിപ്പാൻ പ്രതികൂലങ്ങൾ വരുമ്പോൾ, പ്രതിസന്ധികൾ വരുമ്പോൾ വിശ്വാസത്തിന് പതറിപ്പോകാതെ വിശുദ്ധിയോട് വിശ്വസതയോട് ജീവിപ്പാൻ ആവശ്യമായ കൃപ അവൻ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് പകൽ കടന്നു വന്ന എല്ലാ മക്കളെയും നിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ ശുശ്രൂഷ ചെയ്യുവാൻ നിന്റെ പ്രത്യനെ ബലപ്പെടുത്തിയതിനായി സ്തോത്രം ചെയ്യുന്നു. തുടർന്നുള്ള ആ ശുശ്രൂഷയിൽ കർത്താവേ, അങ്ങയുടെ സാന്നിധ്യവും കൃപയും കൂടെ ഇരിക്കണം. അവിടുന്ന് അടിയുള്ള പ്രാർത്ഥന യാതനെ കേട്ടതിനായി സ്തോത്രം. മാത്രമെല്ലാം പങ്കെടുക്കും യേശുവിന്റെ നാമത്തിൽ തന്നെ. രക്തം കൊണ്ടു മുദ്രയിടപ്പെട്ട ജനമൊന്നിച്ചു. രക്തം കൊണ്ടു മുദ്രയിടപ്പെട്ട ജനമൊന്നിച്ചു. ആദരങ്ങൾ